ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും മഹിയും വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൺഡേ ഇൻ അവർ ലൈഫ് ആസ് എ ലോങ് ഡിസ്റ്റൻസ് കപ്പിൾ. റാൻഡം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ സൺഡേ. സോ അതൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഈ സൺഡേ ഫുൾ ദൈവഭക്തി, അമ്പലം. അവനാണെങ്കിൽ ഫുൾ ചില്ലിങ് ആയിരുന്നു കേട്ടോ, ഫ്രണ്ട്സും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ എൻ്റെ സൺഡേ തുടങ്ങുന്നത് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവാട്ടോ. അപ്പോൾ കുളിച്ച് റെഡിയായി ഒരുങ്ങി പോവാണ്. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സിന് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇട്ടാലും നല്ല കംഫർട്ടബിൾ ആട്ടോ. ഇതെനിക്ക് വിഷുവിന് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഞാൻ റെഡിയാവണം. എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലാട്ടോ ഞാൻ ഇടുന്നത്. എല്ലാവരും റെഡിയായി കഴിഞ്ഞ് എല്ലാവരും താഴെ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനാണ് എപ്പോഴത്തേയും പോലെ വൈകിക്കുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ കാറ് റോഡിലേക്ക് എടുത്തിട്ടോ. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണെങ്കിൽ ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് പുറത്തേക്ക് ഓടിയും വന്ന്. അതാണെങ്കിൽ ഞങ്ങളെ ഭയങ്കര കാര്യം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിലേ ഹെഡ്സെറ്റ് എടുക്കാനും മറന്നും പോയി. എനിക്ക് അതില്ലാണ്ട് യാത്ര ചെയ്യാനും പറ്റില്ല. അത് മറന്നു പോയതുകൊണ്ട് എനിക്ക് തലവേദന എടുത്തപ്പോൾ എനിക്ക് ചേച്ചി അമൃതാഞ്ജനമൊക്കെ തന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പെരിങ്ങോട്ടക്കര ശ്രീ വിഷ്ണുമായ ടെമ്പിളിലായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ കുറേ ആനയൊക്കെ ഉണ്ടായിരുന്നത്, ഉത്സവമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെയാണെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പാടില്ലല്ലോ, എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടോ. പിന്നെ അവിടെയാണെങ്കിൽ ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ, കാരണം നല്ല തിരക്കായിരുന്നുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചില്ല. ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് പോയിട്ടോ. അവിടെയാണെങ്കിൽ മെയിൻ്റനൻസ് കാരണം ഇവിടെ അടച്ചിട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഇറങ്ങാണ്. പോകുന്ന വഴിക്ക് ഈ ഒരു കരിക്ക് കണ്ടു കേട്ടോ, പനങ്കരിക്ക് കണ്ടു. അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് അപ്പൂപ്പൻ്റെ അമ്മമ്മനെ കാണാൻ വേണ്ടി വീട്ടിലേക്കോട്ടെ. അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോയി. അവിടെയാണെങ്കിൽ പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ബ്രൗണിയും പിന്നെ പൂച്ചയുടെ പേര് തുമ്പിന്നാട്ടോ. അമ്മിച്ചമ്മയുടെ ഞങ്ങൾക്കൂടി ഓരോരോ ഐറ്റംസൊക്കെ റെഡിയാക്കായിരുന്നു. അമ്മാവനാണെങ്കിൽ ഒരു അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഓരോ വട്ടം ഇവിടെ വരുമ്പോൾ ഈ കണ്ണിമാങ്ങ എടുത്ത് തിന്നലാണ്. അപ്പോൾ അമ്മിച്ചമ്മ ഉണ്ടാക്കി വെച്ച പഴംപൊരിയും അടയും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ അവിടെ തുമ്പിയാണെങ്കിൽ ഒരുമാതിരി നോട്ടമായിരുന്നു കേട്ടോ, ഒന്ന് ഇറങ്ങി പൊക്കൂടേ എന്ന് പറഞ്ഞുള്ള നോട്ടം വരുന്നു കണ്ടില്ലേ. അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്തും അമ്മച്ചമ്മയുടെ അടുത്തും അമ്മാവൻ്റെ അടുത്തും ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ്. ഈ ഒരു പറമ്പിലാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കുഞ്ഞിലോട്ട് കളിച്ചൊക്കെ നടന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീടെത്തിയപ്പോൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് അവൻ്റെ കാണാം. അപ്പോൾ നമ്മുടെ മഹിയുടെ സൺഡേ തുടങ്ങുന്നത് രാവിലെ എണീറ്റത് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലച്ഛൻ ഇതാട്ടോ, നല്ല ഭംഗിയിൽ കാണും. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടന്മാരൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ ഒരു ചേട്ടൻ യൂട്യൂബിലിടാന്ന് പറയുമ്പോൾ ചേട്ടൻ ചാടി എണീറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ബാൽക്കണിയിലോട്ട് പോയപ്പോൾ ജെഫി ആണെങ്കിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ജെഫി അവൻ്റെ ക്ലോസ് ഫ്രണ്ട് ആട്ടോ. അപ്പോൾ ഇതായിരുന്നു അവരുടെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഇതാട്ടോ. അത് കഴിഞ്ഞ് ബാക്കിൽ ഗാർഡൻ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് ഈ ഗാർഡൻ. ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും എല്ലാം കൊണ്ട് നല്ല രസം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു മുന്തിരിച്ചെടി ഉണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ടൈം അവനെ എന്നെ കാണിച്ചപ്പോൾ ഇത് ഫുള്ളും കരിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറേ മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോട്ടെ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോണത്. അപ്പോൾ പോയത് എന്ത് കഴിക്കാനെന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് പോയത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പൊറോട്ടയും ബീഫും, അത് കഴിക്കാനാണ് പോയത്. അത് കഴിഞ്ഞതേ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവർ കുളിക്കാൻ വേണ്ടി പോകട്ടെ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച മുതൽ പറയണത് ഞങ്ങൾ എല്ലാവരും കൂടി കുളിക്കാൻ പോകണേന്ന് പറയായിരുന്നു. അപ്പോൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഒരു ക്വാറിയിലാട്ടോ പോകുന്നത്. എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മഹി പോകുന്നത് ഫിഷിംഗ് എന്ന പേരിൽ പോകുന്നത് ഒരു ഹോണ്ടഡ് പ്ലേസിലാട്ടോ. എന്താണ് ഹോണ്ടഡ് പ്ലേസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു കഥയുണ്ട്. ഈ സ്ഥലത്തിൽ പാലത്തിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി ബർത്ത്ഡേയുടെ ദിവസം മരിച്ചു. അത് കാരണം കുഞ്ഞു പെൺകുട്ടി കേട്ടോ, അതിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നാട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ സ്ഥലത്തോട് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ. പക്ഷേ ഇവരാണെങ്കിൽ കറക്റ്റ് വേറെങ്ങും മീൻ കിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ പോയി ഫിഷിങ്ങിന് വേണ്ടി പോയതാട്ടോ. ധൈര്യം സമ്മതിക്കണം. അപ്പോൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് അവരാണെങ്കിൽ നല്ല കമ്പനി ആട്ടോ, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവരുടെ ഒപ്പം പോയി ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് അവനാണെങ്കിൽ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവൻ്റെ സൺഡേ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.